ഹായ് ഹലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒട്ടും വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് പേപ്പർ കോപ്പി എന്നുള്ള ഈ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പേപ്പർ കോപ്പി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് പിക്ചറാണോ ട്രേസ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പിക്ചർ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ. അതായത് സൂം ഇൻ ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആ ഒരു ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക കേട്ടോ. ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങില്ല കേട്ടോ. ഇനി ആ ഒരു ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി വെക്കണം. എന്നാലാണ് നല്ല ക്ലിയർ ആയിട്ട് ഈ ഒരു പിക്ചർ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു പിക്ചറിൻ്റെ മുകളിലേക്ക് നമ്മുടെ പേപ്പർ ഒന്ന് വച്ച് കൊടുക്കുക. അതിനുശേഷം സിമ്പിളായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ടോ സ്കെച്ച് യൂസ് ചെയ്തിട്ടോ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. പെൻസിൽ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ വലിയ പിക്ചർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ലോക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സിമ്പിളായിട്ട് തെറ്റാതെ വരയ്ക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡ്രോയിങ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഡ്രോയിങ്ങിന് കൂടുതലൊരു ഭംഗി വരുന്നത്. സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഷാർപ്പ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് പിക്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്ക്രീനിൻ്റെ ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വോളിയം ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് ബട്ടൺ പിന്നെയും ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് കൊടുക്കാം. ബാക്ക് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പിക്ചർ വീണ്ടും സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് പിക്ചറും ഇതുപോലെ സൂം ഇൻ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ട്രേസ് ചെയ്തിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ക്രിസ്മസ് തീമിലുള്ളതാണ്. ഈ ഒരു പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഗ്ലാസ് പെയിൻറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർ ആരും ഇനി വിഷമിക്കരുത്. എല്ലാവർക്കും സിമ്പിളായിട്ട് പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.